സിനിമാ മേഖലയിലെ കൃഷി വിദഗ്ധനും ഗിരിരാജൻ കോഴിയുമായ ജയസൂര്യ പെട്ടിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. എന്തിന്? കൃഷി തന്നെ കാര്യം. ടോയ്ലറ്റിൻ്റെ മുന്നിലെ കൃഷി. ആ കൃഷിക്കാണ് യുവ നടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികം. സൽപുത്രനായിട്ട് കൃഷിക്കാർക്കൊപ്പമൊക്കെ നിന്ന് വാചക കസർത്ത് നടത്തിയ 916 ഗിരിരാജനാണെന്ന് ബോധ്യപ്പെടുകയാണ്. നേരത്തെ ആദ്യം ഒരു സഹപ്രവർത്തക ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു. പേര് പറയാതെയായിരുന്നു പരാമർശം. അപ്പോഴാണ് കൃഷിക്കാരനായ ഗിരിരാജൻ്റെ തനിനിറം പുറത്തു വന്നു തുടങ്ങിയത്. പക്ഷേ അവരെ കൊണ്ട് നൈസിന് മൊഴി മാറ്റിച്ചിട്ടുണ്ട്. വാരി എറിഞ്ഞില്ലേ? കൃഷി ചെയ്ത പണം നമ്മുടെ ഇഞ്ചി ഷാജിയുടേതല്ല, ഇത് വേറെ വിത്തിനമാണ്. ഇതിൽ വിളവിറക്കാം, പക്ഷെ കൊയ്യാനൊന്നും ഉണ്ടാകില്ല. അങ്ങനെയുള്ള കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിന്നെ ഇതിനോടൊപ്പം തന്നെ അഭിനയിച്ചുണ്ടാക്കിയ പണം കൂടി ചേർത്ത് അങ്ങ് നെഗളിക്കുകയായിരുന്നു. ദുഷ്ടന്മാരായ കൃഷിക്കാർക്ക് എല്ലാ കാലത്തും നിലനിൽക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു കൃഷിപ്പാടത്ത് കാണിച്ച നെറുകേട് അത് സ്വാഭാവികമായി പരാതിയായി. ആ നെറുകേട് എല്ലാ കാലത്തും അവർക്ക് വേദനയായി തുടരുകയായിരുന്നു. ഗിരിരാജന്മാരെ പോലെ ഷൂട്ടിംഗ് ഇടങ്ങളിൽ കിടന്നുള്ള വിരവൽ അല്ലെങ്കിൽ ചൂഷണം ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള കേസിലാണ് ഒടുവിൽ ആ വലിയ താപ്പാന പെട്ടിരിക്കുന്നത്. കൃഷിയെക്കുറിച്ചൊക്കെ വലിയ വാചകത്തിൽ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ എന്തൊരു മനുഷ്യസ്നേഹിയായിരുന്നു. പക്ഷേ ടോയ്ലറ്റിൽ പോലും മനസമാധാനം കൊടുക്കാത്ത ആ കൃഷിക്കാരൻ്റെ ലീലാവിലാസങ്ങൾ പുറത്തറിഞ്ഞപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ഗിരിരാജനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിരിക്കുകയാണ്. എന്തായാലും ചെയ്തതിനൊക്കെയും അനുഭവിച്ചേ മതിയാകും. അങ്ങനെ ചെയ്തതിന് ചൂടോടുകൂടി ഒരു ഓല കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ്. ദിലീപ് മാത്രം ഉണ്ട തിന്നതിൻ്റെ അനുഭവം അറിഞ്ഞാൽ പോരല്ലോ. ചെയ്ത പ്രവൃത്തി അടിസ്ഥാനപ്പെടുത്തി അടുത്തത് ഗിരിരാജൻ ജയസൂര്യാണ് ചെസ് നമ്പറുമായി ജയിലിലേക്ക് പോകാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. പായും തലയണയൊക്കെ കെട്ടി റെഡിയായിക്കൊള്ളാനായിട്ട് പോലീസിൻ്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ചട്ടിക്കകത്താകാമെന്ന അവസ്ഥയിലാണ്. ഇനി വേണമെങ്കിൽ ഗിരിരാജൻ ഏതെങ്കിലും ബങ്കർ തേടി പോകാനുള്ള സാധ്യതയും ഒരുങ്ങുകയാണ്. കാര്യം ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഗിരിരാജന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഒരാഴ്ച കൊണ്ട് ഗിരിരാജന് വന്നൊരു വീഴ്ചയെ കഴിഞ്ഞ ആഴ്ച ഈ സമയം എന്തൊരു അറുമാതിപ്പായിരുന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ തലവര കംപ്ലീറ്റ് മാറി. ഇതാണ് പറയുന്നത്. കൊള്ളരുതായ്മകൾ കാണിച്ച് എന്തൊക്കെ നേടിവെച്ചാലും ഒരു നാൾ ആ കൊള്ളരുതായ്മകളുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തലയും കുത്തി വീഴും. അതുകൊണ്ട് ബാക്കിയുള്ള യുവ നടന്മാർ ഇതൊക്കെ ഒരു പാഠമാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ജാമ്യമില്ലാത്ത ഓലകൾ നിങ്ങളെയും തേടി വരും. ഒരു ഗിരിരാജനും എല്ലാ കാലവും നിലനിൽക്കാൻ പറ്റില്ല. വീഴുന്നൊരു കാലം വരും. ആ വീഴ്ചയുടെ കാലമാണ് ഈ കടന്നു പോകുന്നത്.